ക്യാമ്പസിലെയും ഹോസ്റ്റലിലെയും ഒക്കെ ലഹരി മാഫിയ റാഗിംഗ് ഇതിനൊക്കെതിരെ KSU നടത്തുന്ന മാർച്ച് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ജിബിൻ JB ചേരുന്നു. ജിബിൻ, മാർച്ച് എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതിഷേധക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്? KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഒരു മാർച്ച് നടത്തിയതായി ക്യാമ്പസുകളിലെ ലഹരി മാഫിയ സംഘങ്ങളുടെ റാഗിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അമർച്ച ചെയ്യുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു സമരം. ഇതിലിപ്പോൾ പ്രവർത്തകർ ഇവിടെ എത്തി. KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യറിന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. അലോഷ്യസ് സേവ്യറിന്റെ പ്രസംഗം നടക്കുന്നതിനിടെയാണ് പ്രവർത്തകർ ഈ ബാരിക്കേഡ് സെക്രട്ടേറിയറ്റിന്റെ മുൻവശത്തുള്ള ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത്. ഈ സമയത്താണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്, പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചത്. ആദ്യഘട്ട ജലപീരങ്കി ശേഷം രണ്ടാമത് വീണ്ടും ഈ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് നേരെയും അതുപോലെ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമൊക്കെ വീണ്ടും ഉണ്ടായതിനെ തുടർന്നാണ് പോലീസ് രണ്ടാം ഘട്ട ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിന് പിന്നാലെയാണ് കുറച്ച് പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കടക്കാനായി ഇപ്പോൾ ശ്രമിച്ചത്. അതാണ് പോലീസ് തടഞ്ഞിരിക്കുന്നത്. ഇത് ചെറിയ സംഘർഷത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ പോലും കൂടുതൽ നേതാക്കൾ എത്തിക്കൊണ്ട് പ്രവർത്തകരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതിനുശേഷം വീണ്ടും പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുൻവശത്തുള്ള ബാരിക്കേഡ് മറിച്ചിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മോത്തി, മാർച്ച് ഏതെങ്കിലും തരത്തിൽ സംഘർഷത്തിലേക്ക് കലാശിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം പ്രവർത്തകർ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കൂടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാവുന്നുണ്ട്. മോത്തി, അത് തന്നെയാണ്. ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് പോലീസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ജലപീരങ്കി പ്രയോഗിച്ച സമയത്ത് കുറച്ച് പ്രവർത്തകർ ഇവിടെ നിന്ന് പിൻവാങ്ങി പോയിരുന്നുവെങ്കിൽ പോലും ഈ കുറച്ച് പ്രവർത്തകർ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച് അത് പോലീസ് തടങ്ങിയ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തിട്ട് നിന്ന് മാറിയ പ്രവർത്തകരൊക്കെ തിരിഞ്ഞെത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകർ പോലീസിന്റെ വാഹനത്തിനല്ലേ ജലപീരങ്കി വാഹനമായ വരുണിന് നേരെയാണ് പ്രവർത്തകർ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോപു നെയ്യാറാണ് ഈ വാഹനത്തിൽ ചാടിക്കടന്നുകൊണ്ട് ഡ്രൈവർ സീറ്റിന്റെ വശത്ത് ചാടിക്കടന്നുകൊണ്ട് അക്രമ സ്വഭാവം ആ ഒരു രീതിയിൽ നിൽക്കുന്നത്. കാരണം ഇവർ പറയുന്നത് ഇവർ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നത്. ഇതിന് എന്തുകൊണ്ടാണ് പ്രകോപനമില്ലാതെ പോലീസ് ഇത്തരത്തിൽ നേരിടുന്നതെന്നാണ് പ്രവർത്തകർ ചോദിക്കുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഇവിടെ അലോഷ്യസ് സേവ്യറിന്റെ പ്രസംഗം നടക്കുന്ന സമയത്താണ് കുറച്ച് പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചത്. ആ ഒരു സമയത്താണ് ഒരു സംഘർഷം ആരംഭിക്കുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതൊക്കെ തന്നെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ എത്തിയിരിക്കുകയാണ്. മോത്തി, ഈ പ്രസിഡന്റ് തിരുവനന്തപുരം KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ഗോപു നെയ്യാർ വാഹനത്തിൽ ഈ പോലീസിന്റെ വരുമെന്ന് പറയുന്ന ജലപീരങ്കി വാഹനത്തിൽ കയറാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞിരുന്നു. അത് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻവശം ഉന്തും തള്ളു നടക്കുകയാണ്. ഈ KSUവിന്റെ മുൻകാല പ്രവർത്തകരും സീനിയർ നേതാക്കളും ഒക്കെ തന്നെ എത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ കൂടുതൽ അക്രമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നിലവിൽ ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്നാവശ്യപ്പെട്ട് KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നത്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗം പലതവണ നടന്നു. മൂന്നാം തവണയും ഇപ്പോഴിതാ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടു. ജലപീരങ്കി പ്രയോഗമുണ്ടായി. ജിബിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ജിബിൻ, പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളിലാണെന്ന് തോന്നുന്നു, അല്ലേ? അത് തന്നെയാണ് മോദി. കാരണം ഈ മൂന്നാം ഘട്ട ജലപീരങ്കി പ്രയോഗം നടത്തിയതിനു ശേഷം KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ ഈ വാഹനത്തിന് നേരെ തിരിയുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരും വാഹനത്തിന്റെ സമീപത്തേക്ക് പോലീസിന്റെ ജലപീരങ്കി വാഹനമായ വരുണിന് സമീപത്തേക്ക് ഓടിയെത്തി. അതാണ് ഒരു അക്രമ സാഹചര്യത്തിലേക്ക് എത്തിയത്. പിന്നീട് അവിടെ നിന്ന് ഈ നേതാക്കൾ ഉൾപ്പെട്ട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഉന്തുതള്ളി നടക്കുകയാണ്. പോലീസ് ഇടപെട്ടുകൊണ്ട് പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിയ ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ ഒരു മാർച്ച് കടന്നിരിക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് ഈ ഒരു പ്രവർത്തകർ ഇവിടേക്ക് എത്തി പ്രവർത്തകരെ മാറ്റാൻ ശ്രമിക്കുമെങ്കിൽ പോലും അത് നടക്കുന്നില്ല. എന്തായാലും വീണ്ടും ഒരു അക്രമ സ്വഭാവത്തിലേക്ക് ഈ മാർച്ച് കടന്നിരിക്കുകയാണ്. ന്യായമായിട്ടുള്ള കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട്
മുന്നോട്ട് വെച്ചാണ് തങ്ങൾ സമരം ചെയ്യുന്നതെന്നാണ് KSU നേതാക്കൾ ആവശ്യപ്പെടുന്നത്. എന്തിനാണ് പോലീസ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം ഉണ്ടാകാതെ തന്നെ ഈ ഒരു അക്രമം ഒഴിച്ചുവിടുന്നതെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അലോഷ്യസ് സേവ്യർ ചോദിച്ചത്. അല്ലെങ്കിൽ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അതേ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന സംഭവം സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘർഷഭരിതമായി ജലപീരങ്കി പ്രയോഗം നടത്തി. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കണ്ടത്. 3 തവണ ജലപീരങ്കി പ്രയോഗമുണ്ടായി. ക്യാമ്പസുകളിലെയും ഹോസ്റ്റലുകളിലെയും ലഹരി മാഫിയ റാഗിംഗ് സംഘങ്ങളെ അമർച്ച ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. ജിബിൻ, പോലീസിന്റെ ശ്രമങ്ങളും വിഫലമാവുന്നതാണ് നമുക്ക് കാഴ്ചയിൽ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. പോലീസ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. തുടർന്ന് വീണ്ടും പ്രവർത്തകർ ഒന്നിച്ചുകൂടി പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ച് ഗേറ്റിന് സമീപത്തേക്ക് നീങ്ങുകയാണല്ലോ. മൂത്തിയെടുത്ത് തന്നെയാണ്. കാരണം നേരത്തെ ഈ വാഹനത്തിൽ കയറിക്കൊണ്ട് പോലീസിന്റെ ജലപീരങ്കി വാഹനമായ വരുണയിൽ കയറിക്കൊണ്ട് KSU പ്രവർത്തകർ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് ഇതിൽ ഇടപെടുകയും വാഹനത്തിന് മുകളിലേക്ക് കയറി KSU ജില്ലാ പ്രസിഡന്റിനെ വലിച്ച് താഴേക്കിടുന്ന സാഹചര്യമുണ്ട്. ഈ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പോലീസും ചില നേതാക്കളെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് തന്നെ പോയിരുന്നു. എന്തായാലും ഇപ്പോൾ അവിടെ നിന്ന് ഈ പോലീസുമായിട്ടുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം അവസാനിപ്പിച്ചുകൊണ്ട് പ്രവർത്തകർ വീണ്ടും സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ നോർത്ത് ഗേറ്റ് 2-ന്റെ മുന്നിലേക്ക് വീണ്ടും പ്രവർത്തകർ വന്നുകൊണ്ട് ആ സമര മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. വീണ്ടും ഇപ്പോൾ ഈ 4ാമത്തെ റൗണ്ട് ജലപീരങ്കിയാണ് ഇപ്പോൾ പോലീസ് പ്രയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തി ബാരിക്കേഡ് മറിച്ചതാണുള്ള സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസ് ഈ 4ാമത്തെ റൗണ്ട് ജലപീരങ്കി കൂടി പ്രയോഗിച്ചിരിക്കുന്നത്. പ്രവർത്തകർക്ക് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ ഈ ജലപീരങ്കിയൊക്കെ 2ാമത്തെ റൗണ്ട് ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചു. KSU തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതോടെ നിരവധി തവണ ഇപ്പോഴത്തെ 4ാം തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയിരിക്കുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം നടക്കുകയാണ്. കേരളത്തിൽ റാഗിംഗ് തുടരാൻ ശക്തമായ നടപടികൾ ഇല്ലാത്തത് ഒരു കാരണമാണ് എന്ന് രാവിലെ രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു. ഇപ്പോഴത്തെ KSU ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSU പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷഭരിതമായിരിക്കുന്നു. വിശദാംശങ്ങളുമായി ജിബിൻ തുടരുന്നുണ്ട്. ജിബിൻ, സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയല്ലേ? സ്ഥലത്ത് KSU പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ഇടപെട്ടുകൊണ്ട് 4 റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ് ഇവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റിവിടാൻ ശ്രമിച്ചെങ്കിൽ പോലീസ് പ്രവർത്തകർ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തി വീണ്ടും ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിന്റെ മുൻവശത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കൂടുതൽ ഈ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് പോലീസ് വാഹനത്തിന്റെ സമീപത്ത് നിന്ന് പ്രവർത്തകരും പോലീസും തമ്മിലുള്ള നേരിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം കൂടിയുള്ളത്. പോലീസിന്റെ ഈ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ KSUവിന്റെ കൊടി ഉൾപ്പെടെ സ്ഥാപിക്കുന്ന ഒരു അവസ്ഥ കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അത് പോലീസ് ഇടപെട്ടുകൊണ്ട് അത് മാറ്റാൻ ശ്രമിക്കുന്നവരെയാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥയുണ്ടായത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് തന്നെ നോർത്ത് ഗേറ്റിന് സമീപത്തായിട്ട് വീണ്ടും ഇതിന്റെ ഇടതുവശത്ത് കൂടി കൂടുതൽ പ്രവർത്തകർ ഈ ഗേറ്റ് ചാടി കടക്കാൻ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ചതാണ് വീണ്ടും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നേരത്തെ കാണാം
നേരത്തെ ഒരു സമയത്ത് ഇവിടെ ആ ഒരു ഏറ്റുമുട്ടലിന്റെ സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആലോഷ് ശേഖർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ടാണ് ഇവിടെ തന്നെ ഈ മതിൽ ചാടി കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയൊക്കെ തന്നെ ഈ സ്ഥലത്തു നിന്ന് മാറ്റിയത്. പിന്നീടാണ് പോലീസ് മൂന്നാമത്തെ നാലാമത്തെ റൗണ്ട് ജലപീരങ്കിയൊക്കെ തന്നെ പ്രയോഗിച്ചത്. എന്തായാലും ആ ഒരു സമയത്ത് പോലും പോലീസ് ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്മാറി പോകാൻ തയ്യാറാവുന്നില്ല. കൂടുതൽ പ്രവർത്തകരാണ് ഈ ഗേറ്റിന് സമീപത്തേക്ക് എത്തി ഈ ഒരു സംഘർഷാവസ്ഥ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പല ഈ കോളേജിലെ റാഗിംഗ് സംഘങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നത്, കോളേജിലും ഹോസ്റ്റലിലും ഒക്കെയുള്ള റാഗിംഗ് നടത്തുന്ന സംഘങ്ങളെയും ലഹരി മാഫിയ സംഘങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്നത് SFIയും CPM-ഉമാണ് എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നാളെ ഈ സിദ്ധാർത്ഥ മരിച്ചിട്ട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ മരിച്ചിട്ട് ഒരു വർഷം തികയുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികളിൽ പലരും ഇന്നും കോളേജിൽ പഠിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യം, അതായത് ഈ റാഗിംഗ് നടത്തുന്നവരൊക്കെ തന്നെ വീണ്ടും കോളേജിലേക്ക് എത്തിക്കൊണ്ട് ദിവസങ്ങൾക്കകം തന്നെ കോളേജുകളിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അവർക്ക് ആരെയും പേടിയില്ല. ഇത്തരക്കാരെയൊക്കെ തന്നെ പാർട്ടിയും വിദ്യാർത്ഥി സംഘടനകൾ SFI തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ സംരക്ഷിക്കുന്ന ആ ഒരു അവസ്ഥ മാറ്റണം. ഇത്തരത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളെ, കോളേജിനകത്ത് പ്രവർത്തിക്കുന്ന ലഹരി സംഘങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായി അമർച്ച ചെയ്യുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ KSU ജില്ലാ കമ്മിറ്റി, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിലുള്ള മാർച്ച് നടത്തിയത്. ഈ ഒരു മാർച്ചാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. മോദി, തീർച്ചയായിട്ടും സംഘർഷാവസ്ഥയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ളത്. KSU പ്രവർത്തകർക്ക് നേരെ പലവട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള പോലീസിന്റെ ശ്രമം പല ഘട്ടങ്ങളിലായി വിഫലമാകുന്നതാണ് കാണുന്നത്. പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് കോമ്പൗണ്ടിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണോ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്? ആശാവർക്കർമാരുടെ സമരം അതിന് തൊട്ടു മുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. മോദി, സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിന് സമീപത്തായിരുന്നു നേരത്തെ സമരമെങ്കിൽ ഇപ്പോൾ പ്രവർത്തകർ അതിന് സമീപത്ത് നടക്കുന്ന ആശാ വർക്കർമാരുടെ സമരം കഴിഞ്ഞുള്ള സ്ഥലത്ത് കൂടി സെക്രട്ടേറിയറ്റിന് മതിൽ ചാടി കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റ് മതിൽ ചാടി കടക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ പോലീസിന്റെ കൂടുതൽ സന്നാഹങ്ങൾ കൂടി സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മതിലിന് ഉള്ളിലും പോലീസ് വലിയ രീതിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ കഴിഞ്ഞാൽ ഈ പ്രവർത്തകർ അങ്ങോട്ടേക്ക് ചാടി കടന്നു വരാൻ അവരെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു KSU സമരത്തിനിടയിൽ പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടി കടന്നിരുന്നു. അന്ന് ആ പോലീസിന്റെ രക്ഷാ കവചങ്ങൾ ഉൾപ്പെടെ KSU പ്രവർത്തകർ പട്ടികകൾ കൊണ്ട് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പോൾ കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ കൂടുതൽ സംഘത്തെ സെക്രട്ടേറിയറ്റിന്റെ മതിലിനുള്ളിൽ കൂടി വിന്യസിച്ചിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ പ്രവർത്തകർ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും പോലീസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ 2 സ്ഥലത്താണ് ഈ KSUവിന്റെ പ്രവർത്തകർ ഈ ഒരു മാർച്ച് നടത്തുന്നത്. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുൻവശത്തും അതുപോലെ തന്നെ ഈ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതിന് സമീപത്തായിട്ട് മതിൽ ചാടി കടക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ്. എന്തായാലും ഒരു സംഘർഷാവസ്ഥ തന്നെ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്.